വരാം. നിജേഷ്, പ്രധാനമന്ത്രി വരികയാണ്. രണ്ട് പ്രധാന മണ്ഡലങ്ങൾ അദ്ദേഹം നേരത്തെ കവർ ചെയ്തു. ഒന്ന് തിരുവനന്തപുരമാണ്, അതോടൊപ്പം തന്നെ തൃശ്ശൂരും. ഇനി അദ്ദേഹം വരുന്നു, പാലക്കാടിലേക്ക് വരുന്നു, ഒപ്പം പത്തനംതിട്ടയിലേക്കും വരുന്നു. കേരളത്തിൽ ഒരു താരപ്രചാരകനായി അവതരിക്കുകയാണ് പ്രധാനമന്ത്രി. എത്ര കണ്ട് അത് BJPക്ക് അനുകൂലമാകും എന്നാണ് ഈ കോൺഗ്രസിന്റെ ഒരു വിലയിരുത്തൽ? അല്ല, പ്രധാനമന്ത്രി വരുന്നത് കേരളത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പിനെയും സ്വാധീനിക്കുകയില്ല എന്ന കാര്യത്തിൽ ആർക്കും തന്നെ യാതൊരു സംശയവുമില്ല. എത്ര തവണ വന്നാലും, എത്ര മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാലും, എന്തെല്ലാം വാഗ്ദാനങ്ങൾ നൽകിയാലും കേരളത്തിലെ ജനത ഇന്ന് എങ്ങനെയാണോ BJPയോട് പെരുമാറുന്നത് അതുപോലെ തന്നെ നാളെയും പെരുമാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾക്കറിയാം, ഒരു ഘട്ടത്തിൽ 20,000 വോട്ടുകളുടെ വ്യത്യാസത്തിൽ വരെയായിരുന്നു തിരുവനന്തപുരത്ത് എത്തിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് 1,00,000-ലേക്ക് ഉയർന്നു. ഇനി രണ്ടാം സ്ഥാനത്ത് പിന്നെ മറ്റൊരു മണ്ഡലവും ഇല്ല. തൃശ്ശൂരിലാണ് മൂന്നാം സ്ഥാനം കുറച്ച് അടുത്തേക്ക് എത്തിയത്. അത് ഈ തെരഞ്ഞെടുപ്പോടുകൂടി അതും അവസാനിക്കും. അതുകൊണ്ട് കേരളത്തിലെ താരപ്രചാരകർ എന്ന് പറയുന്ന, പ്രത്യേകിച്ചും BJPയുടെ ഒരു താരപ്രചരണം എന്ന് പറയുന്നത് കൂടുതൽ മതേതര വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യാനാണ് അത് സഹകരിക്കുക. അതിനപ്പുറത്തേക്കൊന്നും കാരണം കേരളത്തിൽ പ്രബുദ്ധരായ ജനതയാണ്. ഈ ഭരണത്തെ 10 വർഷമായി നോക്കിക്കാണുന്ന ജനതയാണ്. ഈ ഭരണം എങ്ങനെയൊക്കെ എഫക്ട് ചെയ്തു എന്ന് കൃത്യമായിട്ട് അറിയുന്ന ജനതയാണ്. റെയിൽവേ സ്റ്റേഷനകത്ത് ഫോട്ടോ വെച്ചാലോ, പെട്രോൾ പമ്പിനകത്ത് ഫോട്ടോ വെച്ചാലോ, കോഴിക്കോടൻ ഹലുവ ഞാൻ ബ്രാൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ ചക്കര, പാലക്കാടൻ ചക്കര ഞാൻ ബ്രാൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാലൊന്നും വീഴുന്ന വോട്ടല്ല കേരളത്തിലേത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പ്രധാനമന്ത്രിയെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം 20 മണ്ഡലങ്ങളിലും വരണം. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ അദ്ദേഹം വരണം. അദ്ദേഹം പ്രചരണം നടത്തണം. പിന്നെ കർണാടകയിലും നിജേഷ്, അങ്ങനെയൊക്കെ കണ്ട് ഒരു തമാശയായി എടുക്കാവുന്ന തരത്തിലേക്കാണോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള പ്രകടനങ്ങൾ? നമുക്ക് തിരുവനന്തപുരത്ത് ഞാൻ സമ്മതിക്കുന്നു, BJPയുടെ വോട്ട് ശതമാനം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, വളരെ കുറച്ചാണ് എന്നത് അവിടെ ശ്രദ്ധിക്കണം. പക്ഷേ മറ്റു മണ്ഡലങ്ങളിൽ അത് ഇരട്ടിയാകുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുന്നതിനെ എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക? അല്ല, അങ്ങനെ വരുന്ന മണ്ഡലങ്ങളിലെ വോട്ട് ഷെയർ ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കുറയുന്നതും നമ്മൾ കാണുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ഷെയർ നേരെ താഴോട്ട് പോയിട്ടുണ്ട്. അല്ല, അവിടെയാണ് ആ പ്രശ്നം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ അല്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ. കാരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കീ ഫാക്ടർ നരേന്ദ്രമോദിയാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിന് കിട്ടുന്നു ഈ അംഗീകാരം എന്നല്ലേ ഈ കണക്ക് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ല, കേരളത്തിൽ അതിനെ വെൽക്കം ചെയ്യാൻ, പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് വെൽക്കം ചെയ്യാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. ഏതായാലും ഞാൻ ഒരു കാര്യം ശ്രീ നിജേഷ് ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു നിർണായക ഘട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് ആളുകൾ പോകുന്നു എന്നത് കോൺഗ്രസിനെ ഏതെങ്കിലും തരത്തിൽ പ്രതിരോധത്തിലാക്കുന്നുണ്ടോ? കോൺഗ്രസിൽ നിന്ന് ആളുകൾ പോകുന്നു. ഇപ്പൊ ഇന്നത്തെ വാർത്ത എന്താ? ഹരിയാനയിലെ BJP MP കോൺഗ്രസിലേക്ക് വന്നു. കഴിഞ്ഞ ദിവസം ശ്രീകാന്ത് ജന കോൺഗ്രസിലേക്ക് വന്നു. അതൊക്കെ സ്വാഭാവികമാണ്. തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ കുറെ പേര്. പക്ഷെ അത് ഉത്തരേന്ത്യയിൽ അത് സ്വാഭാവികമായിരുന്ന ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. കേരളത്തിൽ ആ രീതി അത്ര കണ്ട് ഉണ്ടായിരുന്നോ? പക്ഷെ അത് കേരളത്തിലേക്ക് വരുന്നു എന്ന ആശങ്ക വരികയല്ലേ? അല്ല, കേരളത്തിൽ എന്താ ആശങ്ക? കേരളത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു നേതാവിന്റെ പുറകെ അണികൾ പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സീറ്റിനെ സ്വാധീനിക്കാനുള്ള വ്യക്തിപ്രഭാവം നേതാക്കന്മാർക്കുണ്ട്, അല്ലെങ്കിൽ നേതാക്കന്മാരൊന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? കേരളത്തിൽ അങ്ങനെ പ്രബുദ്ധരായ ജനത, ഇപ്പോ ഏറ്റവും അവസാനമായി പോയത് പത്മജ വേണുഗോപാലാണ്. പത്മജ വേണുഗോപാൽ പോയതിന്റെ ഇമ്പാക്ട് തൃശ്ശൂരിലുണ്ടോ? ഞങ്ങൾ അത് വെല്ലുവിളിക്കാൻ തയ്യാറാണ്. എന്തിന് പത്മജ പോയി എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. അത് ഞാൻ അതിന്റെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു പോകുന്നില്ല. പക്ഷെ ഏതെങ്കിലും ഒരു വ്യക്തി പോയി കഴിഞ്ഞാൽ, ഇപ്പൊ KP അനിൽകുമാർ കോൺഗ്രസിന്റെ ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു, അദ്ദേഹം പോയി. പിന്നെ ടോം വടക്കൻ പോയി. നിങ്ങൾ ഇന്നത്തെ എല്ലാ പത്രങ്ങളും ഹൈലൈറ്റ് ചെയ്ത ചില വിഷയങ്ങളുണ്ട്. കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയ ടോം വടക്കനെ, അബ്ദുള്ളക്കുട്ടിയെ, അതുപോലെ തന്നെ CPM നിന്ന് പോയ അൽഫോൺസ് കണ്ടന്താനത്തിനെ, ഇവരൊക്കെ ഇന്ന് എവിടെയാണ് എന്ന ചോദ്യമുണ്ട്. അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. ഞാൻ നിസ്സാരവൽക്കരിച്ച് സംസാരിക്കുന്നതല്ല, നിസ്സാരവൽക്കരിച്ചല്ല. കേരളത്തിൽ അങ്ങനെ ഒരു ആയാറാം ഗയാറാം രാഷ്ട്രീയത്തിനോ ഒന്നും പ്രസക്തിയില്ല. കേരളത്തിലെ വളരെ ഉത്ബുദ്ധരായ ജനതയാണുള്ളത്. പൊളിറ്റിക്കലാണ് കേരളത്തിലെ വോട്ടുകൾ. അതിലവിടെ ജാതിയോ മതമോ സമുദായമോ ഒന്നും സ്വാധീനിക്കില്ല. വളരെ പൊളിറ്റിക്കലായ മണ്ഡലങ്ങളാണ്, വോട്ടാണ്. അവർക്ക് വളരെ കൃത്യമായ ധാരണയുണ്ട്. ഈ തവണ പാത്രമുട്ടി കോവിഡിനെ ഒഴിവാക്കാൻ ശ്രമിച്ച
അല്ലെങ്കിൽ ചൂട്ട് കത്തിച്ച് കോവിഡിനെ ഒഴിവാക്കാൻ ശ്രമിച്ച, നോട്ട് നിരോധനം കൊണ്ട് തകർത്ത, തൊഴിലില്ലായ്മ ഏറ്റവും മാക്സിമത്തിലെത്തിയ, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ഏറ്റവും ഉന്നതിയിലേക്ക് കൊണ്ടുപോയ, ഗ്യാസിന് ഉജ്ജ്വൽ യോജന എന്ന് പറഞ്ഞ എല്ലാ വീടുകൾക്കും ഗ്യാസ് എത്തിച്ച് അതിന്റെ വില സബ്സിഡി എടുത്തു കളഞ്ഞ, വില മാക്സിമത്തിൽ എത്തിച്ച ഈ ഗവൺമെന്റിനോട് പ്രതികാരം ചെയ്യാൻ, സിമെന്റിനും കമ്പിക്കും വില കൂട്ടിയ, നിർമ്മാണ മേഖല ഇല്ലാതാക്കി എല്ലാം അദാനിയിലേക്ക് മാറ്റിയെടുത്ത ഈ നരേന്ദ്രമോദി ഗവൺമെന്റിനോട് ഒന്ന് പ്രതികാരം ചോദിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന കേരള ജനതയ്ക്ക് അദ്ദേഹം തന്നെ നേരിട്ട് വന്നാൽ വളരെ സന്തോഷമാണ്, സൗകര്യമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ